ഞങ്ങളിപ്പോൾ ഗ്രാമദീപം ആശ്രമത്തിലാണ്. ഇന്ന് സംസ്കൃതി പ്രോഗ്രാമിൻ്റെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ശ്രീമതി പത്മാവതി ടീച്ചറാണ്. അവർ റിട്ടയേർഡ് ഹൈസ്കൂൾ HM ആണ്. ആധ്യാത്മിക വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം ഉള്ള ഒരു സ്ത്രീരത്നം കൂടിയാണ്. അവരെ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ടീച്ചർ. ടീച്ചറുടെ കുടുംബത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാം ആദ്യം. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണെങ്കിലും വളർന്ന് വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് കോഴിക്കോട് ജില്ലയിലെ മുക്കം പ്രദേശത്താണ്. അവിടെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. പ്രോവിഡൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു. കെമിസ്ട്രിയിലാണ് ഡിഗ്രി എടുത്തത്. അത് കഴിഞ്ഞ് MA ഇംഗ്ലീഷ് എടുത്തു. അത് കഴിഞ്ഞ് B.Ed എടുത്തതിന് ശേഷം സ്കൂളിൽ മുക്കത്തെ ഒരു സ്കൂളിൽ ജോലി ആരംഭിച്ചു. ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലാണ് ഞാൻ ഡിഗ്രി എടുത്തത്. ആധ്യാത്മികതയിൽ താല്പര്യം വരാൻ എന്താ കാരണം? ആധ്യാത്മികത ജന്മനാ തന്നെ കൂടെ ഉണ്ടെന്ന് പറയാം. കാരണം അമ്മ ഒക്കെ നല്ല കീർത്തനമൊക്കെ ആലപിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു. അപ്പം ചെറുപ്പം മുതൽ തന്നെ ആധ്യാത്മികത ഉണ്ട്. പക്ഷെ ചെറുപ്പം മുതൽ ഒരുപാട് സംശയങ്ങളും ഈ ചുറ്റുപാട് നിരീക്ഷിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഓരോതരം സ്വഭാവക്കാരായി മാറിയത്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണുള്ളത്. 4 പേര് 4 സ്വഭാവക്കാരാണ്. ഇതെനിക്ക് വല്ലാതൊരു അത്ഭുതം ഉളവാക്കിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തത രീതിയിൽ ആളുകൾ, ഒരേ വീട്ടിലെ അംഗങ്ങൾ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം എന്നെ എന്നും അലട്ടുന്നതായിരുന്നു. അതിന് ഒരു ഉത്തരം പല പ്രഭാഷണങ്ങളിലൂടെയാണ് കിട്ടിയത്. ആ ഉത്തരം ഇവിടെ പറഞ്ഞൂടെ? ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഒരുപാട് കേൾക്കാനുള്ള അവസരം എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് കിട്ടിയത്. വിവാഹ ജീവിതം തുടങ്ങിയതിന് ശേഷം, ജീവിതത്തിന് ശേഷമല്ല. അപ്പോൾ നിലമ്പൂർ അമ്മ ദേവകി ടീച്ചർ, പിന്നെ ഡോക്ടർ P. രാമൻ, പിന്നെ വള്ളിക്കാവിൽ അമ്മ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങൾ എൻ്റെ ജീവിതത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ശരീരത്തെ മൊത്തം പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ രാമൻ സാറിൻ്റെയും നിലമ്പൂർ അമ്മയുടെ ഒക്കെ പ്രഭാഷണങ്ങൾ വളരെയേറെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു ഇത്രയും ചോദ്യങ്ങൾ? അതിൽ ചിലത് പറയാമോ? തീർച്ചയായും ഒന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രധാന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ തരത്തിൽ ഉള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ തരം ജീവിത രീതി, അതായത് ജീവിതത്തിൽ ചിലർ വളരെയധികം സന്തോഷിക്കുന്നു, ചിലർ എന്നും പരിഭവം പരാതിയായിട്ട് കഴിയുന്നു, ചിലരിങ്ങനെ ആനന്ദിച്ചിങ്ങനെ എന്താ പറയുക, സമ്പത്തൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വളരെയധികം ആഘോഷത്തോടെ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തതയാണ് ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടിയത് ഓരോരുത്തരുടെയും ജന്മ കാരണം അവരുടെ വാസനകളാണ് എന്നുള്ളതാണ്. കർമ്മങ്ങൾക്കടിസ്ഥാനമായിട്ടാണ് ജന്മം വരുന്നത്. ഈ ജന്മമാണ് ദുഃഖത്തിന് കാരണം എന്ന് അമ്മ പണ്ട് ഒരു കീർത്തനം പാടുന്നതിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. ദുഃഖം ഒടുക്കുന്ന തമ്പുരാനെ എന്നുള്ളൊരു കീർത്തനമുണ്ട്. ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ, ദുഃഖമെടുത്തതിനെൻ്റെ മൂലം, ദുഃഖമെടുത്തതു ജന്മമൂലം കൃഷ്ണ, ദുഃഖമെടുത്തതു ജന്മമൂലം. ഓക്കെ, ഈ വൈവിധ്യങ്ങളുടെ പുറകെയുള്ള തത്വം ഒന്നാണെന്നുള്ള ഉത്തരം കിട്ടിയോ? തീർച്ചയായിട്ടും ഈ വൈവിധ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് ഉണ്ടാക്കിയിട്ടുള്ള വാസനകൾക്ക് അടിസ്ഥാനമാക്കി അവർ പ്രവർത്തിച്ചതിൻ്റെ, അതായത് അവർ കർമ്മം ചെയ്തതിൻ്റെ ഫലം വീണ്ടും അത് തന്നെ തീരാൻ വേണ്ടിയിട്ടാണ് ജന്മം എടുത്തു വരുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ശരിയാണോ എന്നറിയില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം അതാണ്. അങ്ങനെ ആധ്യാത്മികതയിൽ പ്രത്യേക ഗുരു സ്ഥാനം ഉണ്ടോ? എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പറഞ്ഞ ഡോക്ടർ രാമൻ സാറ്, അതേപോലെ തന്നെ നിലമ്പൂരമ്മ, പിന്നെ എനിക്ക് എൻ്റെ ഏകദേശം ഞങ്ങളുടെ നാട്ടിലുള്ള കോരു എന്നു പേരുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും ഒരുപാട് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇതായിരുന്നു, അതാണ് ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ആരും മേലെയല്ല, ആരും താഴെയല്ല, എന്നാൽ ആരും തുല്യരുമല്ല.
ഈ മൂന്ന് വ്യത്യാസങ്ങൾ തന്നെ ആ വാചകങ്ങൾ തന്നെ വ്യത്യാസമാണ്. ആരും മേലെയല്ല, ആരും താഴെയല്ല, ആരും തുല്യരുമല്ല. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു വാക്യമാണ്. അപ്പോൾ ഞാൻ നിരീക്ഷിച്ച് നോക്കുന്ന സമയത്ത് ആരും മേലെയല്ല, ഒരാളുടെ മേലെയല്ല വേറൊരാൾ, അതേപോലെ തന്നെ ആരും തുല്യരുമല്ല. ഈ വിചിത്രമായ വൈവിധ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനുള്ള ആധ്യാത്മികതയിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞത് ശരിയാണ്, തെറ്റുമാണ്. പരമാർത്ഥിക തലത്തിൽ പറയുകയാണെങ്കിൽ തെറ്റാണ്. ആരും മേലെയല്ല, ആരും താഴെയല്ല, അടുത്തത് ആരും തുല്യരല്ല എന്നുള്ളതൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം. എല്ലാവരും തുല്യരാണ്. എവിടെ? ആദ്യ പരമാത്മ തലത്തിൽ. വ്യാവഹാരിക തലത്തിൽ വ്യത്യസ്തരാണ്. അത് ശരിയാണ്. പാരമാർത്ഥിക സത്യം തേടി പോകുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാവരും തുല്യരാണെന്ന് കറക്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ ചെറുപ്പകാലത്ത് ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേൾക്കാൻ പോലുണ്ടോ? പഠിക്കുന്ന കാലത്ത് എൻ്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരൊറ്റ പ്രഭാഷണം പോലും കേൾക്കാൻ പോകാൻ അവസരം കിട്ടിയിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ ഭർത്താവ് മാഷായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. അന്ന് എന്നോ പറയുണ്ടായിട്ടുണ്ട് ടീച്ചർ, അവർ ഷൊർണൂർ ഹൈസ്കൂളിലെ മാഷായിരുന്നു. ഏത് വർഷമായിരുന്നു അത്? 1985-86 കാലങ്ങളിൽ അദ്ദേഹം ഷൊർണൂർ ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനായി ഹൈസ്കൂളിൽ ജോലി ചെയ്തിരുന്നു. അവരുടെ പേര്? ചന്ദ്രശേഖരൻ എന്നായിരുന്നു പേര്. അദ്ദേഹം പിന്നെ 2004 ദിവംഗതനായി. അപ്പോൾ നമുക്ക് കുറേ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്. ഭാഗവതം, ഭാരതം, അല്ലേ, ഭഗവത്ഗീത, അങ്ങനെ കുറേ ഉണ്ട്, ബ്രഹ്മസൂത്രം. ഇതിൽ ടീച്ചറെ ആകർഷിച്ച പുണ്യഗ്രന്ഥം ഏതാ? എന്നെ ഏറ്റവും ആദ്യങ്ങളിൽ ആകർഷിച്ചത് ഭാഗവത കഥകളായിരുന്നു. കാരണം ദേവകി ടീച്ചറുടെ പ്രഭാഷണം മുഴുവൻ ഭാഗവത കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഭാഗവതം വലിയൊരു ഗ്രന്ഥമായതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് സമീപിക്കാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഭഗവത്ഗീതയെക്കുറിച്ച് കേട്ടു, ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവത്ഗീതയിൽ ഒരു ജീവി, അതായത് ഒരു പ്രാണൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള യാത്രകൾ മുഴുവൻ ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സ്പഷ്ടമായിട്ടുള്ള ഉത്തരം ഭഗവത്ഗീതയിൽ നിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത എനിക്ക് ഇപ്പോൾ ഏറ്റവും അധികം ഞാൻ ആശ്രയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ചൊല്ലൂ. മഹാത്മാഗാന്ധി എപ്പോഴും ചൊല്ലാറുണ്ട് എന്ന് പറയപ്പെടുന്നൊരു ശ്ലോകമാണ്. അങ്ങനെ ഗാന്ധി പഠിച്ചിട്ടുള്ള ശ്ലോകമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ശ്ലോകമാണ് ഏറ്റവും ആദ്യം കാണാതെ പഠിച്ചത്. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷു ഉപജായതേ സംജായതേ കാമാത് ക്രോധോ അഭിജായതേ ക്രോധോത് ഭവതി സമ്മോഹാ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത് ആനുകാലിക ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അതായത് ക്രോധം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തലയില്ല, എല്ലാവരും ഭ്രാന്തന്മാരായി മാറും, സ്മൃതി എല്ലാം സർവനാശം അതോടുകൂടി വരുന്നതാണല്ലോ ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീതയും ആധുനിക ശാസ്ത്രവും ഒന്ന് തന്നെയാണ് പറയുന്നത്. ഈ ആധുനിക ശാസ്ത്രം എന്ന പേര് യഥാർത്ഥത്തിൽ ആധുനികം എന്നല്ല. ഇത് ശ്രീമദ് ഭഗവത്ഗീത പോലെയുള്ള നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭഗവത്ഗീത ഏറ്റവും വലിയ താല്പര്യമായിട്ട് ഞാൻ ആശ്രയിക്കുന്ന ഒരു ഗ്രന്ഥമായി മാറിയത്. അപ്പോൾ ഭഗവത്ഗീത ഇപ്പോഴും ചൊല്ലുന്നുണ്ടോ? ഭഗവത്ഗീത ചൊല്ലാറുണ്ട്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കാറുമുണ്ട്. നമ്മളെ സമീപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടിയാൽ ഒരിക്കലും അത് കളയാറില്ല. കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. രാമായണം വായിക്കാറുണ്ടോ? രാമായണവും വായിക്കാറുണ്ട്. രാമായണത്തിൽ ധാരാളം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. എന്നോ അതിലൊരു 4 വരി ചൊല്ലാൻ പറ്റും ഇപ്പോൾ? രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ തുടങ്ങുന്നത് തന്നെ സകല ശുഖകുല വിമല തിലകിത കളേഭരേ സാരസ്യ പീയൂഷ സാരസർവസ്വമേ കഥയ മമ കഥകളതിസാദരം
കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതിവരാ. ഒരിക്കലും മതിവരാത്തതാണത് രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. സനാതനധർമ്മം, അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ ടീച്ചർക്ക്? തീർച്ചയായിട്ടും സനാതനധർമ്മം അത് മാത്രമേ ശരിക്കും ഈ ലോകത്തിലുള്ളൂ. വെറുതെ മറ്റുള്ളവർ മറ്റു പല ഇസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും സനാതനധർമ്മം ആണ് ജീവിതത്തിൽ എല്ലാവരും പാലിക്കുന്നത്. അപ്പോൾ ഈ സനാതനധർമ്മം തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് വേദങ്ങളിലൊക്കെ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. വേദങ്ങൾ ഉപനിഷത്തുക്കളുമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വേദങ്ങളിലും ഗ്രന്ഥങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമം ഉള്ളത് കൊണ്ടാണ് അത് പുരാണങ്ങളായിട്ടും ഇതിഹാസങ്ങളായിട്ടുമൊക്കെ പിന്നെ മറ്റ് ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതധർമ്മം തന്നെയാണ്, നമ്മളുടെ ജീവിത രീതി തന്നെയാണ് ഈ സനാതനധർമ്മം. നമ്മുടെ മാത്രം ജീവിത രീതി മാത്രമാണോ സനാതനധർമ്മം? നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെട്ടല്ലോ, നാം വേറെ അല്ലല്ലോ. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളും നമ്മുടെ എന്നുള്ള ബഹുവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജീവി മാത്രമാണോ? ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവനില്ലാത്തത് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം ഊർജത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ്. അപ്പം ശരി, കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഈ സനാതനധർമ്മത്തിൽ പെടും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി ഒരു ഈശ്വര പ്രാർത്ഥന ചൊല്ലാമോ? ഏതെങ്കിലും ഒരു ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയായിട്ട് എന്നെ ആദ്യങ്ങളിലൊക്കെ ആകർഷിച്ച ഒരു ശ്ലോകമുണ്ട്. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവത്മയമെന്നോർക്ക സമസ്തം, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമം ഇഹ നാരായണ ജയ. ഈ ശ്ലോകത്തിൽ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള കാര്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ഒരാളെ ശപിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇന്ന് കാണുന്നത് എന്തെങ്കിലും ഒന്ന് ദേഷ്യം വരുമ്പോഴത്തേക്ക് ശപിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ശപിക്കാൻ പാടില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ സമസ്തമായിട്ടുള്ള ഈ പ്രപഞ്ചവും ആ ഭഗവാൻ തന്നെയാണ് എന്ന് കാണണം. ഈ തത്വം കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവത്മയം എന്നോർക്ക് സമസ്ത. ഈ സർവവും ഭഗവാൻ തന്നെയാണ്, ഭഗവത്മയമാണ്. അതായത് ഭഗവാൻ തന്നെയാണിത്. ഭഗവാൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. എല്ലാം ഈശ്വരനിലാണ്, ഈശ്വരൻ വസ്തുവിലാണ്, എല്ലാം ഒന്ന് തന്നെയായിട്ട് കാണുന്നു. അതാണ് സനാതനധർമ്മം. കർമ്മയോഗമാണ് ഇപ്പോൾ ഈ ചൊല്ലിയ ശ്ലോകം. സമസ്തം ഭഗവത്മയമായിട്ട് കാണുക. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ എന്ന് എഴുത്തച്ഛൻ നമ്മുടെ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. എല്ലാം ഈശ്വരനാണ്. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടോ? അങ്ങനെ അനുഭവത്തിലേക്ക് എത്താനാണല്ലോ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം. അല്ല, വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഭാവനയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമസ്തവും ഈ ഭഗവത്മയമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്കൊന്നും നമ്മളുടെ മനസ്സ് എത്തിയിട്ടില്ല. കാരണം മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് 84 ലക്ഷം യോനികളിലൂടെ കടന്നു വന്ന ഒരു ജീവനാണിത്. അപ്പോൾ അതിലൂടെ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് പലതരത്തിലുള്ള വാസനകൾ ഇങ്ങനെ കൂട്ടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലപ്പോഴും ഒരു സെക്കൻഡ് എന്നൊക്കെ നമ്മൾ ആലോചിക്കുക എന്നല്ലാതെ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ഡോക്ടർ രാമൻ അവർ നേരിട്ട് കണ്ട് പ്രഭാഷണം കേട്ടിട്ടുണ്ട് അല്ലേ? അവർ നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും കേട്ടിട്ടുണ്ട് ഷൊർണൂരിൽ നിരവധി. എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ തെളിയുന്ന ഏതറിയോ? ആ സമാധി എന്നെടുക്കുമ്പോൾ ഇപ്പോഴും ആ ബുദ്ധി, ഹൃദംബരാബുദ്ധി, അത് തെളിയണം എന്നാണ് പറയുക. അങ്ങനെ ഏതെങ്കിലും രാമൻ സാറിൻ്റെ ടീച്ചറുടെ ഉള്ളിൽ തെളിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. സാർ ഇടയ്ക്ക് പറയുന്നുണ്ട് വിശ്രാന്തി എന്നൊരു വാക്ക്. ആ വാക്ക് സാറിൻ്റെ വായിൽ നിന്ന് വീഴുമ്പോൾ തന്നെ ഞാൻ എന്തോ ഒരു ശാന്തിയിലാണ്. അപ്പോൾ ആ വാക്ക് കേൾക്കുക, ആ വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു പദമാണ് വിശ്രാന്തിയിലിരിക്കുക എപ്പോഴും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു പദം. അവർ പ്രഭാഷണമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ
അമ്മ എന്നാണ് പരിചയപ്പെട്ടത് ഒന്ന് പറയാമോ? അമ്മയെ ഒരു 32 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയെ കാണാനിടയായത്. അതും ഈ ഡോക്ടർ രാമൻ സാറിൻ്റെ ആ ഒരു ഇതിലാണ് കാണാനിടയായത്. അമ്മയെ ആദ്യം കണ്ട സമയത്ത് ഞാൻ വളരെയധികം എനിക്ക് കൗതുകത്തോടു കൂടിയാണ് അമ്മയുടെ മുഖം ഞാൻ നിരീക്ഷിച്ചത്. കാരണം അമ്മയുടെ മുഖം എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണനെ കണ്ട പോലെയാണ്. ആ ഒരു ഗോപിക്കുറിയൊക്കെ തൊട്ടിട്ട് ആ ചിരിക്കുന്ന മുഖം അത് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ചിത്രമാണ്. ആ പുഞ്ചിരിക്കുന്ന മുഖം, കൃഷ്ണൻ ഒരിക്കലും പുഞ്ചിരിക്കാതിരുന്നിട്ടില്ലല്ലോ. അതേപോലെ പുഞ്ചിരിച്ചും കൊണ്ട് ചിരിച്ചും കൊണ്ടുള്ള ആ കഥ പറച്ചിൽ, ആ ഒഴുക്കോട് കൂടിയുള്ള ആ കഥ പറച്ചിൽ, കൃഷ്ണൻ പക്ഷേ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല, നിങ്ങളുടെ മുഖം ഒരിക്കലും ദുഃഖത്തിൻ്റെ ഒരു ഛായ പോലും ഉണ്ടാവരുത് എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. ന ശോചിത് മർഹസി എന്ന് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുടെ അവസാനമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും നീ ദുഃഖിക്കരുത്, നിന്നെ ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ജന്മം നീ എടുത്തിരിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുക, പ്രസന്ന മുഖത്തോടു കൂടി ഇരിക്കുക. അത് നമ്മളെ ദേവകി ടീച്ചറുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം എനിക്ക് കൃഷ്ണനായിട്ടൊന്നുമല്ല, എന്തോ ഒരു അനുഭൂതി. അമ്മയും കുഞ്ഞിരാമേട്ടനും സരോജിനി പേര്, അമ്മയ്ക്ക് എന്തോ ഒരു ആകർഷണ ശക്തി വന്നു. പക്ഷെ അമ്മ എന്നെ ആകർഷിച്ചതേ അമ്മയുടെ ഈ രൂപം ഉണ്ടായില്ല എന്നല്ല പറയുന്നത്, അതിലുപരി അമ്മ ഈ കാർഡ് ലെറ്റർ അയക്കും. അതിപ്പോഴും എൻ്റെ ഇതിൽ കൊത്തി വെച്ച മാതിരിയാണ്. വാസനാക്ഷയം പറയലില്ലേ, അത് എപ്പോഴും അമ്മ. അതേമാതിരി തത്വവിചാരം, വാസനാക്ഷയം, മനോനാശം. ആധ്യാത്മികം തീർന്നു, വേദാന്തം തീർന്നു. ഒന്നും മനസ്സിലായില്ല. പിന്നെ അതിലൂടെ പോയപ്പോൾ അമ്മ ഉപദേശിച്ച കാർഡിലൂടെ, എഴുത്തിലൂടെ. അമ്മ അവിടെ വന്നിട്ട് ധാരാളം സത്സംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അമ്മ കാര്യമാണ്, പ്രിയമാണ്. കാര്യമല്ല, പ്രിയം. നിലമ്പൂരമ്മ എന്ന് പറഞ്ഞ ഷൊർണൂർക്കാർക്ക് വളരെ പ്രിയമാണ്. അമ്മ പറഞ്ഞ വാചകങ്ങളിലെ വല്ലത് ഓർമ്മ ഉണ്ടോ പ്രഭാഷണങ്ങളിൽ? ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഇതേമാതിരി അമ്മ എപ്പോഴും പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് ഇതൊക്കെ വാസനാക്ഷയം, നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവാതിരിക്കുക, നമ്മൾ നമ്മളുടെ ബുദ്ധി എപ്പോഴും ഈശ്വരനിലേക്ക് അർപ്പിക്കുക. അല്ലാതെ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് പുറകെ കുതിരകളായിട്ടിങ്ങനെ പോവാതിരിക്കുക എന്നുള്ള അത്തരം കാര്യമാണ്. ക്ഷണഭങ്കുരമാണ് ഈ ജീവിതം, നമുക്കിനി സമയമില്ല, നമ്മളുടെ സമയം കഴിയാനാവുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് നമ്മൾ കെട്ടുപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടുപാടുകളിൽ തന്നെ തുടരാതെ ഇനിയുള്ള സമയങ്ങൾ നമ്മൾക്കായിട്ട് ജീവിക്കുക, മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ജീവിതം ഉപയോഗിക്കണം. എങ്കിൽ പോലും നമ്മളുടെ ശാന്തി നേടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് സത്സംഗം, അതിലൊക്കെ ഇടപെട്ട് അങ്ങനെ മുമ്പോട്ട് ജീവിതം സന്തോഷകരമാക്കി നിർത്താൻ അമ്മ പറയാറുണ്ട്. ഇനി ടീച്ചർ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വാക്ക് പറയാമോ? നമ്മൾ സാധാരണ ജനങ്ങൾ ഒരുപാട് ഈശ്വരനെ വിചാരിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോവും, വഴിപാട് നടത്തും. എന്നിട്ടൊക്കെ നമ്മൾ പറയുന്നത്, എന്നിട്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണല്ലോ, ദുരനുഭവമാണല്ലോ കിട്ടുന്നതെന്നുള്ള സങ്കടങ്ങൾ, പരാതികൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് അത് ഈശ്വരൻ തരുന്നതല്ല ഈ കഷ്ടപ്പാടുകളെന്നും, ഇതൊക്കെ നമ്മളുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് നമ്മൾ തന്നെ തീരണം. അതായത് നമ്മൾ നേരത്തെ പാശ്ചാത്യ ആളുകൾ മുഴുവൻ തന്നെ ശാസ്ത്രീയത കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ കർമ്മ ആണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും. അപ്പം നമ്മൾ അതിന് മാറ്റം വരുത്തണം. അല്ലാണ്ട് ഈശ്വരൻ ആയിട്ട് മാറി നമുക്കൊന്നും ചെയ്തു തരില്ല. നമ്മളുടെ മനസ്സിനെ ചിത്തശുദ്ധി ഉണ്ടാക്കുക. ഭാഗവതത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചിത്തശുദ്ധി നേടുക. അപ്പം ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരമായി. അപ്പം ചിത്തശുദ്ധി എങ്ങനെ നേടാം? അതിനാണ് നാമജപം, അതിനാണ് സത്സംഗങ്ങൾ ഒക്കെ നടത്തുന്നത് എന്നാണ്. അപ്പോൾ ചിത്തശുദ്ധി നേടാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സൊക്കെ ശുദ്ധമാണ്, എൻ്റെ മനസ്സിൽ അശുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ മനസ്സിലൊക്കെ അശുദ്ധിയുണ്ട്, ഉറപ്പാണ്, തീർച്ചയായിട്ടും അശുദ്ധിയുണ്ട്. അപ്പം ഞാൻ എന്നുള്ള ഭാവം, ആ അഹത്തിന് ചെറിയൊരു മുറിവേൽക്കുമ്പം അറിയാം നമ്മളുടെ മനസ്സ് ശുദ്ധിയാണോ അശുദ്ധിയാണോ എന്നുള്ള കാര്യം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിത്തശുദ്ധി നേടാനുള്ള ശ്രമമാണ് ഈ ജീവിതത്തിലുടനീളം നാം ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു എൻ്റെ ഒരു ചെറിയൊരു സന്ദേശം സമൂഹത്തിനായി നൽകാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ടീച്ചർ ഇത്രയും സമയം ഇതിനു വേണ്ടി വിനിയോഗിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.